ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മാർച്ച് 9 അത്ഭുത മാതാവ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം വഴി അത്ഭുതം നടക്കേണ്ട എല്ലാ മേഖലകളെയും ഒന്നോർത്ത് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. 1510 മാർച്ച് 9 79 വയസ്സായ ജുവാനി സിഗാന തൻ്റെ നിലം ഒഴുകുന്നതിന് വേണ്ടി കൂട്ടുകാരൻ്റെ സഹായം ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്ത് വഴിവെക്കലുള്ള കുരിശുപള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ കയറി. ഗോതമ്പിൻ്റെ മുകളിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അത് ദൈവമാതാവാണെന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ മുട്ടുകുത്തി. പ്രകാശപൂരിതയായ ആ പെൺകുട്ടി എഴുന്നേറ്റ് അവനോട് പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും ട്രിവിസോയിൽ ജനങ്ങളും 3 ശനിയാഴ്ച ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങൾക്ക് ക്രിസ്തുവിനോട് മാപ്പ് ചോദിക്കണം. തുടർന്ന് മാതാവ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി പണിയാനും ആവശ്യപ്പെട്ടു. താൻ പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കുകയില്ലെന്ന് പരാതിപ്പെട്ട് സിഗാനയോട് മാതാവ് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ സൂര്യനിൽ ഒരടയാളം കാണിച്ചു തരും. സിഗാന വീട്ടിലേക്ക് പോയി ഈ കഥ പറയുകയും മാതാവ് പ്രവചിച്ചതുപോലെ സൂര്യനിൽ അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സൂര്യൻ പ്രത്യക്ഷപ്പെട്ടത് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തോടു കൂടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തുള്ള ജനങ്ങൾ മരങ്ങൾ കൊണ്ട് ഒരു പള്ളി പണിതു. മാർച്ച് 9 തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, എല്ലാ സങ്കടങ്ങളും മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.